USSന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ 12 ചോദ്യങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. ആ 12 ചോദ്യങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ചോദ്യങ്ങൾക്ക് പുറമെ നമ്മുടെ USSന്റെ ഗ്രൂപ്പിലൂടെയും ചോദ്യങ്ങൾ വരും. USSന് നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ലേഡർ USS എന്ന ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ നേരത്തെ തന്നെ വിളിക്കുക. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് കയറാം. എങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ആ ഗ്രൂപ്പിലൂടെ വരുന്നതാണ്. നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിന്റെ പുറമെയാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സും ആ കാര്യം ഒന്ന് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. USSന്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് USS, ആർക്കാണ് ഇത് എഴുതാൻ കഴിയുക, എല്ലാ കുട്ടികൾക്കും എഴുതാം. 7ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം. 63 മാർക്കാണ് ജയിക്കാൻ വേണ്ടത് എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മൾക്ക് ലഭിക്കേണ്ട മാർക്ക് 63 മതിയോ? നമുക്ക് വേണ്ടത് ഏറ്റവും മാക്സിമം ആണ്. 90ൽ 90 കിട്ടണമെന്ന് വിചാരിച്ചെങ്കിൽ മാത്രമേ 90ൽ ഒരു 80, 75, 80 മാർക്ക് കിട്ടിയിട്ട് ആ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടുന്ന 45 കുട്ടികളിൽ നിങ്ങളായിട്ട് മാറണം. അപ്പോഴാണ് നിങ്ങൾ GC ആവുക. ആരാ GC? ഗിഫ്റ്റഡ് സ്റ്റുഡന്റ്. ഗിഫ്റ്റഡ് ചൈൽഡ്. ഒരു ഗിഫ്റ്റഡ് ചൈൽഡ് ആകുമ്പോൾ കിട്ടേണ്ട മാർക്ക് ഒരു 80ന്റെ മേലെയാണ്. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. 63 വിചാരിച്ചാൽ 63 കിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളുടെ മുഴുവൻ മാർക്കാണ്. അതില് നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കുകയാണ് പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. മലയാളം ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് മലയാളം AT. എന്താണ് AT എന്നതിന്റെ ഫുൾ ഫോം? അഡ്വാൻസ്ഡ് ടെക്സ്റ്റ്. അതാണ് നിങ്ങൾ പറഞ്ഞ കേരള പാഠാവലിയൊക്കെ. അപ്പൊ അത് 15 മാർക്കാണ്. മലയാളം VT ബേസിക് ടെസ്റ്റ്, അത് എല്ലാവരും എഴുതേണ്ടതാണ്. AT മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് എടുക്കാത്ത കുട്ടികൾക്ക് USA പോകാൻ ഞാൻ തമാശക്ക് പറയാറുണ്ടെങ്കിലും എന്താണ് USA? ഉറുദു, അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ആണ്. അപ്പം എല്ലാവരും അത് പ്രത്യേക ലാംഗ്വേജ് എടുക്കുന്ന കുട്ടികൾ, മലയാളം എടുക്കുന്നവരുണ്ടാവും, ഉറുദു എടുക്കുന്നവർ, സംസ്കൃതം എടുക്കുന്നവർ, അറബി എടുക്കുന്നവരുണ്ടാവാം. അതേ സമയത്ത് എനിക്ക് അതിൽ നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ സംസ്കൃതത്തിലോ ഉറുദുവിലോ അറബിയിലോ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആ ലാംഗ്വേജ് ആണ് എടുക്കേണ്ടത്. കാരണം അതിൽ 15 നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. മലയാളം കിട്ടുന്നില്ല എന്നല്ല, പക്ഷെ നല്ലത് അതാണ്. പക്ഷെ എല്ലാവരും എഴുതേണ്ടത് ആ മലയാളം വരുന്നു 10 മാർക്ക്. പക്ഷെ ഒരു എക്സ്ട്രാ 5 ചോദ്യം ഉണ്ടാവും, 15 ചോദ്യം ഉണ്ടാവും. പക്ഷെ 15ൽ 10 പരിഗണിക്കും. പിന്നീടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആള് വരുന്നത്. ആരാണാവുക അത്? അത് 20 മാർക്ക്. നിങ്ങളെ പ്രിയപ്പെട്ട വിഷയമെന്ന് എനിക്കറിയാം. 20 മാർക്ക്. അപ്പൊ 20 മാർക്ക് അതിന് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇവിടെ നമ്മൾ പരിഗണിക്കുക 45 മാർക്കാണ് ടോട്ടൽ. ഈ 5 കൂട്ടൂല. പക്ഷെ നിങ്ങളോട് പറയുന്നു, 15 ചോദ്യം തന്നാൽ മലയാളം വീട്ടിക്ക് 15 എഴുതിക്കോളൂ, ഒരു പ്രശ്നവും ഇല്ല. കാരണം നിങ്ങൾ 10 പരിഗണിക്കും. നിങ്ങൾ സെലക്ട് ചെയ്ത് 10 എഴുതിയാലുള്ള കുഴപ്പം, ഒരെണ്ണം തെറ്റിപ്പോയാൽ 9 മാർക്കേ കിട്ടും. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത രണ്ടാമത്തെ പേപ്പർ, സെക്കൻഡ് പേപ്പറിൽ വരുന്നത് ആദ്യത്തേത് ഇംഗ്ലീഷാണ്. പുതിയ പാഠപുസ്തകമാണ്, മാറിയതാണ്, ശ്രദ്ധിക്കുക. അപ്പൊ അതില് വരുന്ന കാര്യങ്ങളൊക്കെ പഴയത് മോഡൽ തന്നെയാണെങ്കിലും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പരിചയപ്പെടേണ്ടത്. മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. ആരാണ് മുഹമ്മദ് റസ്താൻ മൈക്ക് ഓൺ ചെയ്ത് വെച്ചെന്ന് പ്രത്യേകം നോക്കണം. അപ്പം അവിടെ 15 മാർക്കാണ് ഇംഗ്ലീഷിൽ വരുന്നത്. പിന്നെയാണ് BS. എന്താണ് അപ്പോ BS എന്ന് പറഞ്ഞാൽ? ബേസിക് സയൻസ്. അത് 15+5 ആണ്. 20 ചോദ്യം, 15 പരിഗണിക്കൂ, പക്ഷെ 20 എഴുതണം. SS അതും 15+5 ആണ്, അതും 20. ഇവിടെ ടോട്ടൽ നിങ്ങൾക്ക് 45 ആണ്. ഈ 45 ഇവിടെയും ഈ 45 ഇവിടെയും കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ടോട്ടൽ 90 ആണ്. 90ൽ എത്ര മാർക്ക് വേണം ജയിക്കാൻ? 90ൽ 90 വേണം എന്ന് വിചാരിച്ചെങ്കിൽ മാത്രമേ ഒരു 80 മാർക്ക് കിട്ടൂ. അപ്പൊ നമുക്ക് ഗിഫ്റ്റഡ് കുട്ടിയാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. ആ ക്ലാസ് ഇപ്പൊ ന്യൂമാത്സ് ഉണ്ട് വേറൊരു ഗ്രൂപ്പ്, അതുപോലെ NMMS വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, LSSന് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഓരോന്നിന്റെയും ക്ലാസ്സുകൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും ഞാൻ ഷെയർ ചെയ്യും. നാളെ ഇപ്പൊ ന്യൂമാത്സിന്റെ ക്ലാസ് വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ന്യൂമാത്സ് എന്ന്, അപ്പൊ നിങ്ങൾ കയറാതൊന്നും ഇരിക്കണ്ട. നിങ്ങൾക്ക് ന്യൂമാത്സിന്റെ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നത് നല്ലതാണ്.
കാരണം എല്ലാം ഏകദേശം ഒരേ ചോദ്യങ്ങൾ തന്നെയാണ്, പക്ഷെ ചോദ്യങ്ങളുടെ കാഠിന്യം കൂടി വരുന്നു. ഒരിക്കലും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിജിറ്റ്സ് ആൻഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ നമ്പേഴ്സിന്റെ അടിസ്ഥാനമാണ് ഡിജിറ്റ്സ്. ബേസ് ഓഫ് നമ്പേഴ്സ് ആർ ഡിജിറ്റ്സ്. അപ്പൊ നമ്മൾ ഡിജിറ്റ്സ് ഒന്നുകൂടി എടുക്കുകയാണ്, കഴിഞ്ഞ ക്ലാസ് വരാത്ത കുട്ടികൾക്ക്. നമ്മൾ ഡിജിറ്റ്സ് 10 എണ്ണമാണ്. 0 ഈസ് എ ഡിജിറ്റ്. 0, 1, 2, 3 അങ്ങനെ 9 വരെ പോകുന്ന 10 ഡിജിറ്റ് ആണ് നമുക്കുള്ളത്. The least digit is 0. The largest one digit is 9. What is the largest two digit number? 99. 99. അപ്പൊ വേഗം മറുപടി പറഞ്ഞോളൂ, വേഗം മറുപടി പറഞ്ഞോളൂ. Yes. The largest two digit number is 99 and the smallest two digit number. The largest three digit number. 199. Okay. Digit number, Mohammed Rastan. 100. The largest four digit number. 9,999. The smallest four digit number. 1,000. The largest four digit number without repeating the digits. 9,876. 76. The smallest four digit number without repeating the digits. 1,021. 23. 1023 ആണ്. 1021 ആകുമ്പോൾ ഒന്ന് ആവർത്തിച്ചില്ലേ? എന്തുകൊണ്ട് 1, 2, 3, 4 അല്ല? 0 ഒരു ഡിജിറ്റ് ആണ്. 0 is a digit. അതുകൊണ്ടാണ് ചോദ്യം വന്നത്. അപ്പോൾ ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്പേഴ്സ് ഉണ്ടാക്കുന്നു. അതിൽ നമ്മൾ ആദ്യം പോകുന്ന നമ്പേഴ്സ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ നമ്പേഴ്സും ഇതാ 2 കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് റസ്താൻ അതിന്റെ ഇംഗ്ലീഷും മലയാളവും പ്രത്യേകം ഒന്ന് വായിക്കണം. വലതു ഭാഗത്ത് ഇംഗ്ലീഷിൽ കാണാം, ഇടത് ഭാഗത്ത് മലയാളത്തിൽ കാണാം. ഒന്ന് വായിച്ചെടുക്കുക. നിങ്ങൾക്ക് ഈ USSന്റെ ക്ലാസ്സിൽ ഏറ്റവും ചുരുങ്ങിയത് ഇത്രയും നമ്പേഴ്സ് നിങ്ങൾ പരിചയപ്പെടേണ്ടത് ഉണ്ട്. 1 + 2 = 3. ഈ മോഡലാണ് എഴുതേണ്ടത്. 1 + 2 + 3 = 6. 1 + 2 + 3 + 4 = 10. 1 + 2 + 3 + 4 + 5 = 15. 5 വരികളാണ് ഞാൻ ഇവിടെ എഴുതിയത്. ബാക്കി 5 വരികൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ മോഡൽ എഴുതണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 1നെ നിങ്ങൾ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലാക്കുക. ഈ 3യെ നിങ്ങൾ ട്രയാങ്കിളിന്റെ ഉള്ളിലാക്കുക. ഇപ്പം വീട്ടിലൊരു റെഡിങ് പേനയും വാങ്ങി വെക്കുക. പെൻസിൽ, റെഡിങ് പേനയൊക്കെ വാങ്ങാൻ വേണ്ടി നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ റെഡിങ് കൊണ്ട് ഈ നമ്പേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് ഒരു ത്രികോണം വരയ്ക്കാം. അപ്പൊ ത്രികോണം വരയ്ക്കുമ്പോൾ എന്തിനാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അത് ത്രികോണ സംഖ്യയാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇതില് എത്രാമത്തെ നമ്പർ ആയിട്ടായിരിക്കും ത്രികോണ സംഖ്യയെ കണ്ടത് ഒന്ന് പറയാമോ? ട്രയാങ്കുലർ നമ്പറിനെ കണ്ടത് മുഹമ്മദ് റസ്താൻ. സൈറ 15. 15ാമത്തെ നമ്പറായിട്ട് കണ്ടിരിക്കുന്ന ത്രികോണ സംഖ്യയാണ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, മൊബൈൽ ഓഫ് ചെയ്യുക. ഓക്കെ. ട്രയാങ്കുലർ നമ്പർ 15ാമത്തെ നമ്പർ അവിടെ ടിക്ക് ചെയ്ത് വെക്കുക. ട്രയാങ്കുലർ നമ്പർ ആണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. ത്രികോണ സംഖ്യകൾ കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇവിടെ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം മുട്ടുന്ന ഒരു ചോദ്യം ഞാൻ തരാം. ഇവിടെ ഒന്നാമത്തെ ട്രയാങ്കുലർ നമ്പർ ഇവിടെ 1 ആണ്. സെക്കൻഡ് ട്രയാങ്കുലർ നമ്പർ ഈസ് 3. മൂന്നാമത്തെ ട്രയാങ്കുലർ നമ്പർ 6 ആണ്. മൂന്നാമത്തെ ട്രയാങ്കുലർ നമ്പർ 6 എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് 30ാമത്തെ ട്രയാങ്കുലർ നമ്പർ ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എന്താണ്? വാട്ട് ഈസ് ദ 30th ട്രയാങ്കുലർ നമ്പർ? ഇവിടെ മൂന്നാമത്തെ ട്രയാങ്കുലർ നമ്പർ 6 എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 30ാമത്തെ ട്രയാങ്കുലർ നമ്പർ ഏത് എന്ന് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവും. പറയൂ. ശരി, പോട്ടെ. 10ാമത്തെ ട്രയാങ്കുലർ നമ്പർ ഏതാണ്? 55.
അത് 55 ആണ്. സമ്മതിച്ചു. സൈറ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ്. അപ്പോ ഒന്ന് മറ്റുള്ള കുട്ടികളത് മൈക്ക് മ്യൂട്ട് ചെയ്യുക. കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതായതുകൊണ്ടാണ് എല്ലാവരും കൂടി പ്രയാസമുള്ളത്. അതുകൊണ്ടാണ്. 10ാമത്തെ ട്രയാങ്കിൾ നമ്പർ ഈ 55 കിട്ടിയത് എങ്ങനെയായിരിക്കും സൈറ? 10 into 11 divided by 2. 10 into 11 divided by 2. മൈക്ക് മ്യൂട്ട് ചെയ്യണം. മൈക്ക് മ്യൂട്ട് ചെയ്യണം. രക്ഷിതാക്കളോട് സംസാരിക്കുന്നവർക്ക് കേൾക്കുന്നുണ്ട്. 10ാമത്തെ ട്രയാങ്കിൾ നമ്പർ കണ്ടുപിടിക്കാൻ 10നെ 11 കൊണ്ട് ഗുണിച്ച് പകുതിയാക്കി. 2ാമത്തെ ട്രയാങ്കിൾ നമ്പർ കണ്ടുപിടിക്കാൻ 2നെ അടുത്ത 3 കൊണ്ട് ഗുണിച്ചു പകുതിയാക്കി. 3ാമത്തെ ട്രയാങ്കിൾ നമ്പർ കിട്ടാൻ നമ്മൾ ചെയ്തിരിക്കുന്നത് 3നെ 4 കൊണ്ട് ഗുണിച്ചു പകുതിയാക്കി. 4 × 3 12, 12ന്റെ പകുതി 6. അപ്പൊ 30ാമത്തെ ട്രയാങ്കിൾ നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത്. 30 × 31 ആണ്. 165. ഇവിടെ ഏതെങ്കിലും ഒന്ന് ഈവൺ നമ്പർ ആയിരിക്കും. അപ്പൊ 30ന്റെ പകുതി എടുക്കുക, 15. 15നെ 31 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ട്രയാങ്കുലർ നമ്പറിന് ചോദ്യം വരാനുള്ള സാധ്യത അതാണ്. ആരാണ് മൈക്ക് ഓൺ ചെയ്ത് വെച്ചത്? മുഹമ്മദ് റസ്താൻ. ഞാൻ ആ കുട്ടിയെ ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ അവിടെ മൈക്ക് മ്യൂട്ട് ചെയ്യണം എല്ലാവരും. 2-3 കുട്ടികൾ, കോഹോസ്റ്റ് ആയ കുട്ടികൾ മാത്രം നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയും. കാരണം പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് കയറാൻ കഴിയാത്ത കുട്ടികളുണ്ട് ഇതില്. മഴ കാരണം, നെറ്റില്ലാത്തത് കാരണം. അവർക്ക് ഇത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണമെങ്കിൽ എല്ലാവരും കൂടി ബഹളം വെച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ 1-2 കുട്ടികളെ മാത്രം വിളിച്ചത്. ആ കുട്ടികൾ മാത്രം ഒന്ന് മറുപടി പറയുക, ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ട്രയാങ്കുലർ നമ്പർ 1, 3, ആദ്യത്തെ 10 ട്രയാങ്കുലർ നമ്പർ ഒന്ന് പറയൂ കോഹോസ്റ്റ് ആയ കുട്ടി. 1, 3, 6, 10, 15, 21, 28, 36, 45, 55. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ 10 ട്രയാങ്കുലർ നമ്പർ ഞാനിവിടെ എഴുതുകയാണ്, ശ്രദ്ധിക്കുക. 1, 3, 6, 10, 15, 21, 28, 36, 45, 55. 10ാമത്തെ ട്രയാങ്കുലർ നമ്പർ 55 ആണെന്ന് പറഞ്ഞു. ശരി, ഇനി അടുത്ത ഒരു നമ്പർ ഒരു തുടക്കം കുറിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഈ ട്രയാങ്കുലർ നമ്പറായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അടുത്തത് കോഹോസ്റ്റ് ആയ കുട്ടി മുന്നോട്ട് വന്ന് പറയൂ, ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. ശരി 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 മതി, അത്രയും മതി. ഓഡ് നമ്പേഴ്സ് ആണ് ആ പറഞ്ഞിരിക്കുന്നതൊക്കെ, ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഞാൻ ഓഡ് നമ്പേഴ്സ് കൊണ്ടൊരു നമ്പർ ഉണ്ടാക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോളൂ. 1 is equal to 1, 1 plus 3 is equal to 4, 1 plus 3 plus 5 is equal to 9, 1 plus 3 plus 5 plus 7 is equal to 16. ഇവിടെ 4 വരിയാണ് ഞാൻ എഴുതിയത്. നിങ്ങളുടെ വക വീട്ടിൽ നിന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ ഇത് 10 വരിയായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. മൈക്ക് ഓൺ ചെയ്ത് വെച്ച കുട്ടിയെ മ്യൂട്ട് ചെയ്യണം. മൈക്ക് ആരോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, മ്യൂട്ട് ചെയ്യണം, നിർബന്ധമാണ്. ഈ നമ്പേഴ്സ് 1, 4, 9, 16 ആ നമ്പറിന്റെ പ്രത്യേകത എന്താണ്? Square numbers. Cubic number. നോ ക്യൂബിക് നമ്പർ അല്ല, സ്ക്വയർ നമ്പർ ആണ്. 1 into 1 that is 1 square, 2 into 2 that is 2 square, 3 into 3 that is 3 square. അപ്പൊ സ്ക്വയർ നമ്പർ ആയതുകൊണ്ട് അതിനെ നമുക്ക് ചുറ്റും ഒരു സ്ക്വയർ വരയ്ക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ നമ്പേഴ്സിന്റെ ചുറ്റും ഒരു സ്ക്വയർ വരച്ചോളൂ. ആദ്യത്തെ 10 സ്ക്വയർ നമ്പർ പറയൂ ഒരു കുട്ടി, കോഹോസ്റ്റ് ആയ കുട്ടി. 1, 4, 9, 16, 25, 36, 47, 64. ഒരു മിനിറ്റ്, 36 കഴിഞ്ഞിട്ട് 47, 49, 49. Yes, next. 64, 81, 100. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ നമ്പർ മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ. നിങ്ങൾ 1 മുതൽ 30 വരെ USS എഴുതാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ
1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് കാണാതെ പഠിച്ചെങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സിൽ ഇരിക്കാവൂ. കാരണം അടുത്ത ക്ലാസ്സിൽ സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. കാണാതെ പഠിക്കൽ നിർബന്ധമാണ്. സ്ക്വയർ നമ്പറായിട്ട് ബന്ധപ്പെട്ട് 3 അക്ക സംഖ്യയോ 4 അക്ക സംഖ്യയോ വരുന്ന സ്ക്വയർ നമ്പറായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ അതൊരു സ്ക്വയർ നമ്പർ ആണ് നിങ്ങൾക്ക് തിരിയണമെങ്കിൽ നിങ്ങൾ 1 മുതൽ 40 വരെയെങ്കിലും പഠിക്കണമെന്ന് ഞാൻ പറയുക. പക്ഷെ 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് എല്ലാവരും ബൈഹാർട്ടാക്കും എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറയുന്ന കുട്ടികൾ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. ടൈപ്പ് ചെയ്താൽ മതി, വിളിച്ചു പറയണ്ട. എത്ര എസ് ഇവിടെ വന്നിട്ടുണ്ട് ആ കുട്ടികളുടെ ഒക്കെ ഐഡിയ ഇതിലുണ്ട്. ഞാൻ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം ചോദിക്കും, എത്ര ദിവസം നിങ്ങൾക്ക് സമയം വേണം മുഹമ്മദ് റസ്താൻ ഈ 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പർ ബൈഹാർട്ടാക്കാൻ? സാർ 2 ദിവസം. 2 ദിവസം മതി. 2 ദിവസം മതി. ശരി. അപ്പം മുഹമ്മദ് റസ്താൻ ആ സ്ക്വയർ നമ്പറും കൂടി ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി 10 ആദ്യത്തെ. 1 1 4 9 16 25 36 49 64 81 100. 100. ഇനി സ്പീഡിൽ ഒന്ന് ട്രയാങ്കുലർ നമ്പർ എന്ന് പറഞ്ഞേ. 1 3 6 3 10 15 21 28 36 45 55. സ്ക്വയർ നമ്പറിന് മലയാളത്തിൽ 2 പേരിൽ അറിയപ്പെടും. വർഗസംഖ്യകൾ എന്ന് പറയും, സമചതുര സംഖ്യകൾ എന്നും പറയും. അപ്പോൾ നിങ്ങൾ സമചതുര സംഖ്യകൾ ആ കളിയിൽ കണ്ടിട്ടുണ്ടാവും. ഈ മലയാളത്തിൽ ട്രയാങ്കുലർ നമ്പറിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ത്രികോണ സംഖ്യ. ഇനി ഞാൻ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ട്രയാങ്കുലർ നമ്പർ ഒന്ന് താഴോട്ട് നോക്കുക, അതുപോലെ എല്ലാ സ്ക്വയർ നമ്പേഴ്സ് നോക്കുക. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദീസ് 2 നമ്പേഴ്സ്? ഈ ട്രയാങ്കുലർ നമ്പറും സ്ക്വയർ നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണ്? What is the relationship between these 2 numbers? ആർക്ക് പറയാം? What is the relationship? എന്താണ് ഇവർ തമ്മിൽ അടുത്തൊരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? ആർക്കെങ്കിലും പറയാമെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറയാം. അടുത്തടുത്ത് 2 സംഖ്യകൾ കൂട്ടുന്നതാണ്. പേര് പറഞ്ഞിട്ട് പറയാം. പേര് പറഞ്ഞിട്ട് പറയൂ. ആതിഫ്. ആതിഫ് ഏത് സ്കൂളാണ്? മുണ്ട MOUP സ്കൂൾ. ഏത് ജില്ല? മലപ്പുറം. മലപ്പുറം ജില്ല. യെസ്. ആതിഫ്, എന്താണ് ഈ സ്ക്വയർ നമ്പറും അതുപോലെ ട്രയാങ്കുലർ നമ്പറും ഉള്ള കണക്ഷൻ? അടുത്തടുത്ത 2 സംഖ്യകൾ കൂട്ടുമ്പോൾ സ്ക്വയർ നമ്പർ കിട്ടും. The sum of 2 consecutive triangular number is a square number. The sum of 2 consecutive triangular number is a square number. The sum of 2 consecutive triangular number is a square number. അതവിടെ എഴുതി വെച്ചോളൂ ഒരു പെട്ടിയിൽ. The sum of 2 consecutive triangular number is a square number. ആ കാര്യം ഒന്ന് മുഹമ്മദ് റസ്താൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു കുട്ടി മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈപ്പ് ചെയ്യണം: 2 അടുത്തടുത്ത ത്രികോണ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു വർഗസംഖ്യയായിരിക്കും. എഴുതി വെച്ചോളൂ. 2 അടുത്തടുത്ത ത്രികോണ സംഖ്യകളുടെ തുക ഒരു വർഗസംഖ്യയായിരിക്കും. എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത് മുഹമ്മദ് റസ്താൻ? പറയൂ. The sum of 2 consecutive triangular numbers is a square number. 2 അടുത്തടുത്ത ത്രികോണ സംഖ്യകളുടെ തുക ഒരു വർഗസംഖ്യയായിരിക്കും. ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ ഈ USSന്റെ ഗ്രൂപ്പില് ഈ നോട്ട്സ് ഞാൻ അയച്ചു. അത് ഞാൻ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. USSന്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ അല്ലെങ്കിൽ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു 4-5 പേജുള്ള നോട്ട്സ് ഞാൻ അയച്ചു തരും. ശ്രദ്ധിക്കുക, എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ നോട്ട്സ് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നോട്ട് തുടങ്ങേണ്ടത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ നോട്ട്സ് ഞാൻ അയച്ചു തരുന്നത്. നിങ്ങൾ ആ നോട്ട്സ് ഒക്കെ റെഡിയാക്കി വെക്കുക, കാണുക. ശരി, നമുക്ക് ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാരാണെന്ന് നോക്കൂ മുഹമ്മദ് റസ്താൻ. ആ കുട്ടിയുടെ പേരൊന്ന് വായിച്ചാൽ മതി, ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്തോളാം. യെസ്, ഇപ്പൊ മൈക്ക് മ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ത്രികോണ സംഖ്യ കണ്ടു,
വർഗസംഖ്യ കണ്ടു. ഇനി നമുക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്ന് പറയുന്നു, നാളെ ഇപ്പൊ സ്കൂളില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് 1 മണിക്കൂർ കൂടി മുന്നോട്ട് പോയിക്കൂടെ? Yes, sir. Yes, sir. Yes, sir. റെഡിയാണോ? ഒരു 10 ചോദ്യം ഞാൻ എടുത്തു വെക്കുകയാണ്. നമുക്ക് നാളെ സ്കൂളില്ലാത്ത സ്ഥിതിക്ക് കുറച്ചുകൂടി ക്ലാസ്സുകൾ മുന്നോട്ട് പോകാമോ? Yes, sir. യെസ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ലീവ് ചെയ്യാം. അവർക്ക് പിന്നീട് ഇത് യൂട്യൂബിൽ വരുമ്പോൾ കാണാം. കഴിയുന്നത് ഇതിൽ തന്നെ ജോയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. എത്ര കുട്ടികൾ ഇന്ന് ഈ ഗ്രൂപ്പിലുണ്ട് സൈറ? 35. 35 കുട്ടികൾ. ശരി. യെസ്, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിക്കും സൈറ. What will be the sum of all natural number from 51 to 100? മലയാളവും കൂടി പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. അറിയില്ലെങ്കിൽ ഞാൻ പറയാം മലയാളം. ശരി, ആർക്കെങ്കിലും ഇതിന്റെ മലയാളം അറിയാമോ? അൻപത്തൊന്ന് മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക. നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ. 51 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദ്യം. പെട്ടെന്ന് തന്നെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ, ആൻസർ കമന്റ് ചെയ്തോളൂ, പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. ഒന്നാമത്തെ ചോദ്യമാണിത്. അതിലെ ഓപ്ഷൻസ് 2775, 3775, 4775, 5775. ഇതിലേതാണ് ശരിയെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പെട്ടെന്ന് കമന്റ് ചെയ്യുക. 51 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എത്ര എന്നാണ് ചോദ്യം. ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടെ പറയണേ. മുഹമ്മദ് റസ്ദാൻ. സാർ, ഒരു കുട്ടി 5775 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടിയോട് ആ സന്തോഷ വാർത്ത അറിയിക്കുക. ഉത്തരം തെറ്റാണെന്ന് പറയുക കുട്ടിയോട്. പറഞ്ഞു കഴിഞ്ഞോ? ശരി, അടുത്തത്. അടുത്ത ഉത്തരം വന്നോ? സാർ, 2775. 2775. അതാരാ പറഞ്ഞത്? സാർ, ഇഷാൻജിത്ത് എന്ന് പറഞ്ഞൊരു കുട്ടിയും വിട്ടിട്ടുണ്ട്. പിന്നെ റിജോ എ റാഫേൽ. തെറ്റാണെന്ന് പറയൂ. ആ ഉത്തരം തെറ്റാണ്. അടുത്തത്. ഇനി 2 ഓപ്ഷൻ കൂടെ ഉള്ളു. പറയാലോ. ഇവിടെ 4775. ആ കുട്ടിയോട് സന്തോഷ വാർത്ത അറിയിക്കൂ. അതും തെറ്റാണെന്ന് പറയൂ. 3775. അത് നല്ല കച്ചവടം. എന്താ മുഹമ്മദ് റസ്താൻ, ആ വിദ്യ കണ്ടില്ലേ? 3 ഉത്തരം തെറ്റ് പറഞ്ഞിട്ട് അവസാനം 4ാമത്തത് ശരി പറയാൻ ഈ കുട്ടികൾ വേണോ മുഹമ്മദ് റസ്താൻ? നമുക്ക് വേണോ? വേണോ? വേണ്ട. അവര് വേണ്ട. ശരിക്ക് ആദ്യത്തിൽ തന്നെ ശരിക്ക് ചെയ്ത് കണ്ടുപിടിക്കണ്ടേ. എങ്ങനെയാണ് ഇതിന്റെ ആൻസർ ചെയ്യുക? നോക്കിക്കോളൂ. പറയാം. ആദ്യത്തെ സംഖ്യ ഏതാണ്? 51 അല്ലേ മുഹമ്മദ് റസ്താൻ? യെസ് ഓർ നോ? ഓക്കെ. ആദ്യത്തെ സംഖ്യ 51 ആണ്. 50 അത് കണ്ടുപിടിക്കാൻ മാർഗം 100ൽ നിന്ന് 50 മൈനസ് ചെയ്യുക. 51 മൈനസ് ചെയ്ത് അങ്ങ് കിട്ടില്ല. 51 മൈനസ് ചെയ്ത് 1 കൂട്ടിയാലും മതി, പ്രശ്നമൊന്നുമില്ല. 100ൽ നിന്ന് 50ന്റെ തൊട്ട് മുമ്പുള്ള 51ന്റെ തൊട്ട് മുമ്പുള്ള 50 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 50 കിട്ടും. അപ്പൊ ഇവിടെ 151 നേരത്തെ കണ്ടതും ഈ 50 നിങ്ങൾക്ക് മൊത്തം സംഖ്യകളുടെ എണ്ണവുമാണ്. 50/2 × 151. ഈ 50/2 എന്ന് പറഞ്ഞാൽ 25 ആണ്. 25നെ 151 കൊണ്ട് ഗുണിക്കുക. ഈ 25നെ 151 കൊണ്ട് ഗുണിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ആർക്കും പറയാൻ പറ്റുമോ? ഇതിനെ നിങ്ങൾ 100 കൊണ്ട് ഗുണിച്ചാൽ ആദ്യം എത്ര കിട്ടും? 2500 കിട്ടും. 25നെ 50 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 1225. 2500 പകുതി. ശരി. ഇനി 25
ഗുണിച്ചാൽ എത്ര കിട്ടും? 25. 25. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്? 3725. ഈ ചോദ്യത്തില് ആദ്യത്തെ പ്രശ്നം ആദ്യത്തെ നമ്പറായ 51 അവസാനത്തെ നമ്പറായ 100 കൂടി കൂട്ടിയിട്ടാണ് വെക്കുക. അപ്പൊ 151. അതിനുശേഷം 50 മുതൽ 100 വരെ എത്ര സംഖ്യകളുണ്ട് എന്നറിയാൻ 100-ൽ നിന്ന് തൊട്ട മുമ്പുള്ള 51-ന്റെ തൊട്ട മുമ്പുള്ള 50 മൈനസ് ചെയ്തു. അപ്പൊ 51 മുതൽ 100 വരെ നിങ്ങൾക്ക് 50 സംഖ്യകളുണ്ട്. ആ 50 സംഖ്യകളുടെ 50-ന്റെ പകുതി എടുക്കുക, 25. 25-നെ ഈ 151 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 25-നെ 151 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 3775 ആണ്. ഇത് മനസ്സിലാകുന്ന യെസ് എന്ന് ടൈപ്പ് ചെയ്യും. യെസ് എന്ന് വരുന്നുണ്ടോ ക്രിസ്താൻ? വരുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് പിന്നീട് നമുക്ക് വീണ്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്, അത് നോക്കാം. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം വായിക്കൂ മുഹമ്മദ്. Which of the following number is the sum of two consecutive natural numbers? Options: 100, 101, 102, 104. യെസ്, ഈ ചോദ്യത്തിന് വേറൊരു തരത്തിലും ഉത്തരം പറയാം. ഈ ചോദ്യം വേറെ രീതിയിൽ എനിക്ക് ചോദിക്കാം. പക്ഷെ ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചോളൂ, അത്ര ഈസിയാണത്. ഈ കൊടുത്തിരിക്കുന്നതിൽ ഒറ്റ സംഖ്യ ഏതാണ്? ഈ കൊടുത്തിരിക്കുന്നതിൽ ഒറ്റ സംഖ്യ ഏതാണ്? ഓഡ് നമ്പർ ഏതാണ്? 101. യെസ്, അപ്പൊ 101 തന്നെയാണ് അതിന്റെ ഉത്തരം. കാരണം നിങ്ങൾക്ക് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് 1 + 2 കിട്ടുന്നത് 3 ആണ്. 11 + 12 നിങ്ങൾക്ക് കിട്ടുന്നത് 23 ആണ്. 50 + 51, these are 2 consecutive natural number. 50 + 51, അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 101 ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്താണ് മനസ്സിലാക്കേണ്ടത്? The sum of 2 consecutive natural number is always odd number. 2 consecutive natural number will always be odd number. Odd number ആയിരിക്കും എപ്പോഴും. രണ്ട് അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എപ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അത് വെച്ചിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് 4ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനി മനസ്സിലാക്കി വെച്ചോളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നത് പിന്നെ ഈ കൊടുത്തിരിക്കുന്നതിൽ ഓഡ് നമ്പർ ഇത് മാത്രമേ ഉള്ളൂ, അത് എഴുതിയാൽ മതി. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഏതുമാവട്ടെ ഞാൻ ഉത്തരം പറഞ്ഞോളാം എന്ന് ധൈര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഇതിലുണ്ടോ? മുഹമ്മദ് റഷ്ദാൻ. ആയിക്കോട്ടെ, മുഹമ്മദ് റസാൻ ഹോസ്റ്റ് ആണല്ലോ, അപ്പൊ അത് വേണ്ട, വേറൊരാൾ വരട്ടെ. ഋതു ഓക്കെയാണോ? യെസ്, അടുത്ത ചോദ്യം ഏതായാലും ഞാൻ നേരിട്ടോളാം, ആൻസർ പറഞ്ഞോളാം എന്നുള്ള ധൈര്യം ഋതുവിനുണ്ട് അല്ലേ? യെസ്, ഇതാ ചോദ്യം പിടിച്ചോളൂ. How many two number are there without repeating the digits? How many 2-digit numbers ആണ്? ഒന്നുകൂടി വായിച്ചു. How many two-digit numbers are there without repeating the digits? ഓക്കെ, അതിന്റെ മലയാളം അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് എന്നാണ്. മലയാളം ഞാൻ പറയുന്നുണ്ട്, മലയാളം മീഡിയം കുട്ടികൾ ശ്രദ്ധിച്ചോളൂ. അക്കങ്ങൾ ആവർത്തിക്കാതെ റിപ്പീറ്റ് ചെയ്യാതെ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട്? ഋതു ഏറ്റെടുത്താണ് ആ ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് പറയൂ. ഋതുവിനെ വേറെ ആർക്കെങ്കിലും സഹായിക്കട്ടോ. ഋതു ഒരു ധൈര്യം കാണിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾ ഋതുവിനെ ഒറ്റപ്പെടുത്തരുത്. ഋതുവിനെ നിങ്ങൾക്ക് സഹായിക്കാം. സാരല്ല ഋതു, എന്റെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. എത്ര രണ്ടക്ക സംഖ്യ നമുക്ക് മൊത്തമുണ്ട്? 80, 90. ഒരു മിനിറ്റ്, 10 ഒരു രണ്ടക്ക സംഖ്യയാണ്, 11 രണ്ടക്ക സംഖ്യയാണ്. അപ്പൊ ഋതുവിനോട് എന്റെ ചോദ്യം ഇതാണ്, എത്ര രണ്ടക്ക സംഖ്യകൾ നമുക്ക് മൊത്തമുണ്ട്? 91 ഇല്ലല്ലോ. 90. യെസ്, 90 രണ്ടക്ക സംഖ്യകളാണ് നമുക്കുള്ളത്.
അപ്പൊ 10 മുതൽ 99 വരെ രണ്ടക്ക സംഖ്യയിൽ നമുക്കുള്ളത് 90 എണ്ണാണ്. അതിൽ 11 അക്കങ്ങൾ ആവർത്തിക്കുന്നു, 22 അക്കങ്ങൾ ആവർത്തിക്കുന്നു, 33 അക്കങ്ങൾ ആവർത്തിക്കുന്നു, 44 അക്കങ്ങൾ ആവർത്തിക്കുന്നു. അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? Sir, 80. Sir, 81. 81. ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന രണ്ടക്ക സംഖ്യകൾ ഋതു 81 ആണേ. Okay, sir. ആ ഒഴിവായിരിക്കുന്ന ആ 9 രണ്ടക്ക സംഖ്യ ഏതാന്ന് ഋതുവിന് അറിയണ്ടേ? ഇതാ നോക്കിക്കോളൂ. 11, 22, 33. 33, 44. 44, 55. 66. 66. yeah, 77. 77. 88. 88, 88. 99. 99. 99. ഇത് നമുക്കിത് എണ്ണിയൊക്കെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഒഴിവായി. 90 നിന്ന് 9 കുറച്ചാൽ എത്രയാണ്? 81. അപ്പൊ നമ്മൾ ആൻസർ 81. യെസ്. അടുത്ത ചോദ്യം ഏതുമായിക്കോട്ടെ ഞാൻ ഉത്തരം പറഞ്ഞോളാം എന്ന് ധൈര്യമുള്ള കുട്ടി മുന്നോട്ട് വാ. Mahin രൂപേഷ്, വെരി ഗുഡ്. മഹിൻ രൂപേഷിന് നേരത്തെ ഋതുവിനും കൊടുക്കാൻ വിട്ടുപോയി. ഒരു ലൈക്ക് കൊടുക്കുക എല്ലാവരും. കാരണം ഈ ചോദ്യം കാണുന്നതിന് മുമ്പ് ഏത് ചോദ്യമായാലും ഞാൻ മറുപടി പറഞ്ഞോളാം എന്നുള്ള മഹിൻ രൂപേഷ് ഏറ്റെടുത്തിരിക്കുകയാണ്. മഹിൻ രൂപേഷ് ധൈര്യം ഉണ്ടോ? യെസ്, ചോദ്യം പിടിച്ചോ. സാറ് മുഴുവൻ കാണുന്നില്ലല്ലോ, അപ്പൊ കിട്ടി. ചോദ്യം വായിക്കും മഹിൻ. What is the difference of two numbers whose sum is 12 and product is maximum? നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ഹൂസ് സം ഈസ് 12 ആൻഡ് പ്രൊഡക്റ്റ് ഈസ് മാക്സിമം? മഹിൻ രൂപേഷ് ഒരേ ഒരു ഉത്തരം. ഓപ്ഷൻസ് വായിക്കൂ മഹിൻ രൂപേഷ്. Options 0, 3, 1, 6. 0, 3, 1 and 6 ഇത് ഏതാണ്? The difference of two numbers whose sum is 12. കൂട്ടിയാൽ 12, കൂട്ടിയാൽ 12, ഗുണിച്ചാൽ മാക്സിമം ഏറ്റവും വലുത്. അങ്ങനെയുള്ള ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ വ്യത്യാസം എത്രയാണ്? 6. മഹിൻ രൂപേഷ് അല്ലേ മറുപടി പറയേണ്ടത്? മഹിൻ രൂപേഷ് മറുപടി പറയട്ടെ. 6 ആണോ? മഹിൻ രൂപേഷ് ആണോ? യെസ്. 6 അല്ല. ശ്രദ്ധിച്ചോളൂ, നിങ്ങളോട് ചോദിച്ച ഡിഫറൻസ് ആണ്. 12 കൂട്ടിയാൽ കിട്ടുന്ന അക്കങ്ങളൊന്ന് പറയൂ മഹിൻ രൂപേഷ്. മഹിൻ രൂപേഷിനെ കൊണ്ട് ഞാൻ മറുപടി അറിയിപ്പിക്കാൻ. 12 കൂട്ടിയാൽ കിട്ടുന്ന ഡിജിറ്റ്സ് പറയൂ. 1, 7, 5. 7, 5, 6. അടുത്ത ഒരു മിനിറ്റ്. 7, 5, 12. 7 5 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 35. ശരി, അതടക്കട്ടെ. ഇനി 12 കൂട്ടിയാൽ കിട്ടുന്ന നമ്പേഴ്സ് പറ. 6, 6, 12. 6 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 36. അപ്പം 36 മാക്സിമം കിട്ടുന്നത്. 12 കൂട്ടിയാലും ഗുണിച്ചാൽ മാക്സിമം കിട്ടുന്നത് 36 ആണെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, 6 മൈനസ് ചെയ്താൽ എത്ര എന്നാണ്? 0. അപ്പൊ നമ്മൾ ആൻസറോ? 0. മനസ്സിലാക്കാറുണ്ട് ഈ ക്ലാസ്സിൽ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞു. അതിനൊക്കെ മൈക്ക് ഓൺ ചെയ്യാം നിങ്ങൾക്ക്. ഇത് മനസ്സിലാക്കില്ലേ മൈക്ക് ഓൺ ചെയ്ത് പറയണം. സാർ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്താ ഒന്നുകൂടി പറഞ്ഞു തരും? മനസ്സിലായിട്ടില്ല. യെസ്. മുഹമ്മദ് റസ്താൻ ഇതൊന്ന് വിവരിച്ചു കൊടുക്കാമോ? അല്ലെങ്കിൽ സൈറ വിളിക്കുന്നത് തിരുവനന്തപുരത്തല്ലേ സൈറയുടെ വീട് അല്ലേ? സൈറ പോയി തോന്നുന്നു. പോയി. ഉണ്ട്. സൈറ, ഈ ചോദ്യത്തിന് 0 കിട്ടുന്നത് എങ്ങനെയാന്ന് നമുക്ക് മനസ്സിലായോ? എന്നാ ഒന്ന് പറയൂ, ഞാനിവിടെ എഴുതാം, പറഞ്ഞോളൂ. 7 + 5 അതായത് 2 സംഖ്യകൾ കൂട്ടിയാൽ 12ഉം
അത് ഗുണിച്ചാൽ മാക്സിമം കിട്ടണം. അങ്ങനെയുള്ള രണ്ട് അക്കങ്ങൾ ഒന്ന് 7ഉം 5ഉം ആണ്. 7ഉം 5ഉം കൂട്ടിയാൽ നമുക്ക് 12 കിട്ടും. അത് ഗുണിച്ചാൽ 35 കിട്ടും. ഇതല്ലാതെ 12 കിട്ടുന്ന വേറെ സംഖ്യ ഉണ്ടല്ലോ. 4ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 12 കിട്ടുക? 8. 4ഉം 8ഉം കൂട്ടിയാൽ എത്രയാ? പറയൂ. 12 ആണ്. ഈ 4നെ 8 കൊണ്ട് ഗുണിച്ചാലോ? 32. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ 12, അവ ഗുണിച്ചാൽ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇവിടെ 4ഉം 8 അല്ലെങ്കിൽ 7ഉം 5 പരിഗണിച്ചാൽ നിങ്ങൾക്ക് ഗുണിച്ചാൽ മാക്സിമം ആയിട്ട് 35നെയും 32നെയും പരിഗണിച്ചുകൂടാ. കാരണം അടുത്ത ആളുക വരുന്നു ഒരേ സംഖ്യകൾ. 6ഉം കൂട്ടിയാൽ 12. 6നെ 6 കൊണ്ട് ഗുണിച്ചാൽ 36. അപ്പോൾ ഈ 35നേക്കാളും ഈ 32നേക്കാളും വലിയവൻ ആരാണ് ഇവിടെ? 36. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, അത്തരം രണ്ട് അക്കങ്ങളുടെ വ്യത്യാസം എത്ര? 0. ഇപ്പൊ മനസ്സിലായോ മക്കൾക്ക്? യെസ്. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഈ ക്ലാസ് വരും, അന്നേരം ശ്രദ്ധിക്കുക. യെസ്. അടുത്ത ചോദ്യം ഏതുമാവട്ടെ ഞാൻ ചെയ്തോളാം എന്ന് ധൈര്യം വരുന്ന കുട്ടി ഒന്ന് മുന്നോട്ട് വരും. ഇപ്പോൾ എത്ര കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്? സൈറ 29 കുട്ടികളോട് ഞാൻ ചോദിക്കുന്നു, കുറച്ചുകൂടി മുന്നോട്ട് പോകാമോ? 2-3 ചോദ്യം കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമോ? നാളെ സ്കൂളില്ലാത്തല്ലേ? യെസ്. അടുത്ത ചോദ്യം ഏതുമാവട്ടെ ഞാൻ പറഞ്ഞോളാം. മഹിൻ രൂപേഷ്, ധൈര്യം ഉണ്ടോ അടുത്ത ചോദ്യം നേരിടാൻ? ഉണ്ട്. യെസ്, ധൈര്യം ഉണ്ട്. എന്നാ ചോദ്യം തന്നോട്ടെ. യെസ്, വായിച്ചോളൂ. What is the sum of first 10 consecutive odd number? What is the sum of first 10 consecutive odd numbers എന്നാണ്. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? സാറേ 100 അല്ലേ? 100 റെഡിയാണ്. 100. അത് 10ന്റെ സ്ക്വയർ ആയിരിക്കും. 10 ഓഡ് നമ്പേഴ്സിന്റെ 10ന്റെ സ്ക്വയർ. അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് 1 അവിടെ വരികയാണെങ്കിൽ നല്ല രസമാണ്. 1 + 3 2 ഓഡ് നമ്പർ, 2ന്റെ സ്ക്വയർ 4. 1 + 3 + 5 3 ഓഡ് നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. 1 2 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ 3ന്റെ സ്ക്വയർ ആയ 9 ആയിരിക്കും. 1 + 3 + 5 + 7 here there are 4 consecutive odd numbers. 4 consecutive odd numbers in the sum കാണാൻ 16. 4 square is equal to 16. അപ്പൊ മഹിൻ രൂപേഷിന് എല്ലാവരും ലൈക്ക് കൊടുക്കണം, കാരണം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. യെസ്. അടുത്ത ചോദ്യം ഏതുമാവട്ടെ ഉത്തരം പറഞ്ഞാൽ ഞാൻ ഒരുക്കമാണ് എന്ന് ധൈര്യമുള്ള നീൽസ്. What is the 10th odd number? 10th നമ്പർ ഏതാണെന്ന ചോദ്യം എളുപ്പമാണ്. 10th നമ്പർ ഏതാണ്? പേപ്പർ യു 19. വെരി ഗുഡ്. നല്ല ഒരു ലൈക്ക് കൊടുക്കണേ ആ കുട്ടിക്ക്, നല്ലൊരു ലൈക്ക് കൊടുക്ക്. 19 ആണ്. 10ാമത്തെ ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ 10ന്റെ ഡബിൾ കാണുക 20. ഈ 20 ഒന്നാം കുറച്ച് കഴിഞ്ഞാൽ മതി, 19. 10ാമത്തെ ഓഡ് നമ്പർ 10ന്റെ ഡബിൾ 20. 20 1 കുറച്ചു 19. 19 ആണ് 10ാമത്തെ ഓഡ് നമ്പർ. അപ്പം അടുത്ത ചോദ്യം ഏതുമാവട്ടെ ഞാൻ പറഞ്ഞോളാം ഉത്തരം. തെറ്റായാലും ശരിയായാലും ധൈര്യമുള്ള കുട്ടി മുന്നോട്ട് വാ. വേഗമെന്നോ? വേഗം വരാം. The sum of 100 consecutive numbers starting from 21. What is the sum of 100 consecutive odd numbers starting from 21? ഇത് കുറച്ച് വിവരിക്കാനുണ്ട്. എളുപ്പമാർഗം ഞാൻ പറയാം. 11 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന 100 ഓഡ് നമ്പർ, അല്ലെങ്കിൽ 21 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന 100 ഓഡ് നമ്പേഴ്സ്, 31 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന 100 ഓഡ് നമ്പേഴ്സ്, 41 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന 100 ഓഡ് നമ്പേഴ്സ്. ഈ ചോദ്യത്തിന് എളുപ്പ വഴി കണ്ടുപിടിക്കാൻ ഈ രീതിയിലാണ് ചോദ്യം വരുന്നതെങ്കിൽ ഈ ചോദ്യത്തിന് എളുപ്പ വഴിയിൽ കണ്ടുപിടിക്കാനുള്ള മാർഗം
21 മുതലാണ് ചോദിച്ചെങ്കിൽ ആ 21 തിരിച്ചിടുക 12, അതിന്റെ കൂടെ 2 ഇതിന്റെ എളുപ്പമാർഗം എന്ന് ഞാൻ പറയുന്നു. അത് എല്ലാത്തിനും ബാധകമല്ല, 21, 11 ഒക്കെ ഉള്ളതിന് ബാധകമാണ്. അപ്പോൾ ഇവിടെ 21 അങ്ങ് തിരിച്ചിട്ടു, 12,000 കിട്ടി, 2 0 ചേർത്തു. ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിക്കോളൂ. നിങ്ങളോട് ചോദിച്ചത് 21 മുതൽ അങ്ങോട്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 1 മുതൽ 19 വരെയുള്ള 10 ഓഡ് നമ്പർ ആണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. 1 to 19 there are 10 odd numbers. 1 to 20 there are 10 even numbers. 1 to 19 there are 10 odd numbers. അപ്പൊ 10 odd numbers നിങ്ങളെ വക കൂട്ടിയിടുകയും ചോദ്യത്തിൽ 100 odd numbers നിങ്ങൾ കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. അത് 21 മുതലാണ്. അപ്പോൾ നിങ്ങൾ മൊത്തം കാണേണ്ടത് 110 ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ്. 110 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ 1 അവിടെ ഉണ്ടല്ലോ നിങ്ങൾ ചേർത്ത 10. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 110 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ 110ന്റെ സ്ക്വയർ കാണണം. 110ന്റെ സ്ക്വയർ കാണാൻ 11ന്റെ സ്ക്വയർ 121, അതിന്റെ കൂടെ 2 0 കൂടിയും ചേർത്താൽ മതി. അപ്പോൾ 12,100 110 തുടർച്ചയായ ഓഡ് നമ്പേഴ്സിന്റെ സം എങ്കിൽ അവിടെ 10 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടിയിട്ടതാണെങ്കിൽ 10 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ 10ന്റെ സ്ക്വയർ, ആ 10ന്റെ സ്ക്വയർ നമ്മൾ ഈ 12,100 അങ്ങോട്ട് മൈനസ് ചെയ്ത് കളിയാം. അപ്പോൾ നമുക്ക് കിട്ടുന്നു 12,000. അതിന്റെ എളുപ്പമാണ് നേരത്തെ ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം, സമയം ഒരുപാട് വൈകി. അപ്പൊ നമുക്ക് ഇനിയും ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങളുടെ യൂട്യൂബിലൂടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. ഈ ചോദ്യത്തിന് യൂട്യൂബിലൂടെ കമന്റ് ചെയ്യേണ്ട 2 ചോദ്യം കൂടി ഞാൻ കൊടുക്കുകയാണ്. ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കും മുഹമ്മദ് റസ്താൻ. ഹോംവർക്കാണ്, യൂട്യൂബിലൂടെ കമന്റ് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. യെസ്, ചോദ്യം ഒന്ന് വായിക്കും. Question number 1. The difference of the sum and the difference of two numbers is 44. Which is the least one? Options 21, 22, 23, 20. Question number 2. Add 4 repeat. മുഹമ്മദ് ഹസൻ, വെയിറ്റ്, ഞാൻ അതിന്റെ മലയാളം കൂടി ഒന്ന് പറഞ്ഞു പോയിക്കോട്ടെ. 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 44 ആയാൽ ആ സംഖ്യയിൽ ചെറുതേത് എന്നാണ് ചോദ്യം. The difference of the sum and difference of two numbers is 44. 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 44 ആയെങ്കിൽ ആ സംഖ്യകളിൽ, ആ 2 സംഖ്യകളിൽ ചെറുതേതാണ്? 21, 22, 23, 20. ഇനി രണ്ടാമത്തെ ചോദ്യം വായിച്ചോളൂ മോനെ. Question number 2. Add 4 repeatedly to 1. We get the numbers 1, 5, 9, dash, dash, dash. Continuing this, which of the below numbers can we get? Options 1000, 1001, 1002, 1003. ഓക്കെ, അതിന്റെ മലയാളം, അതിന്റെ വിശദീകരണം തരികയാണ് ചോദ്യത്തിന്റെ. Adding 4 repeatedly to 1, അതായത് 1ന്റെ കൂടെ 4 കൂട്ടുവാൻ പറഞ്ഞു, 5. പിന്നെ 5ന്റെ കൂടെ കിട്ടിയ 5ന്റെ കൂടെ 4 വീണ്ടും കൂട്ടാൻ പറഞ്ഞു, 9. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ കൂട്ടി പോയാൽ, 4 ഇങ്ങനെ കൂട്ടി പോയാൽ ഈ അവസാനം ചെന്നെത്തുന്നത്, അവസാനമല്ല അതിന്റെ ഇടയ്ക്ക് ചെന്നെത്തുന്നത് 1000-ലാണോ 1001-ലാണോ 1002-ലാണോ 1003-ലാണോ? നിങ്ങൾ കണ്ടുപിടിക്കുക. ഈ 2 ചോദ്യങ്ങളാണ് ഇന്നത്തെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. തുടക്കത്തിൽ നമുക്ക് ചെറിയൊരു പ്രശ്നം വന്നിരുന്നു നെറ്റിന്റെ. ഇപ്പം ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ അറിയിക്കുക. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ ഹോംവർക്കിന്റെ വിശദീകരണം തരുന്നതാണ്. അടുത്ത ക്ലാസ് തലേ ദിവസം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് നേരിട്ട് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിലൂടെ ചോദ്യം വരുന്നതാണ്. നേരിട്ട് ഗ്രൂപ്പിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെയും രക്ഷിതാക്കളുടെയും അനുഭവത്തോടുകൂടി നിങ്ങൾക്ക് എന്നെ വിളിക്കാം. 8686171729 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു. USSന്റെ ഗിഫ്റ്റഡ് കുട്ടികൾ നിങ്ങൾ എല്ലാവരും ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.